ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. 2025 UPSC സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറിയുടെ ചോദ്യങ്ങളാണ്. ആൻസർ കീ വരാത്തത് കൊണ്ട് തന്നെ 100% ഇതായിരിക്കും ഉത്തരമെന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിത്ത് റെഫറൻസ് ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസിഡർ ദ ഫോളോവിങ്. ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്: ഹൗ മെനി ഓഫ് ദ എബോവ് ആർ ട്രീറ്റഡ് ആസ് AIF. AIF എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ. അതായത് നമുക്കിവിടെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എന്തെല്ലാമാണ് AIF എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സാധാരണയായിട്ട് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോക്ക്, ബോണ്ട് അല്ലെങ്കിൽ ക്യാഷ്. ഇവ കൂടാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് എന്തെന്ന് പറയാം? അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ എന്ന് വിളിക്കാം. എന്തൊക്കെയാണ് AIFന് ഉദാഹരണം വരിക? ഹെഡ്ജ് ഫണ്ട് വരും, വെഞ്ചർ ക്യാപിറ്റൽ വരും, പ്രൈവറ്റ് ഇക്വിറ്റി വരും, റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ വരും, ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ വരും. സോ നമുക്കിനി ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കൂട്ടത്തിൽ വരിക. സ്റ്റോക്ക് വരുന്നുണ്ട്, ബോണ്ട് വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ അവയെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉത്തരമായല്ലോ. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് ബോണ്ട് ഒഴിവാക്കാം, അതുപോലെ തന്നെ സ്റ്റോക്ക് ഒഴിവാക്കാം. ബാക്കി വരുന്ന ഹെഡ്ജ് ഫണ്ടും വെഞ്ചർ ക്യാപിറ്റലുമാണ് നമ്മുടെ ഉത്തരത്തിൻ്റെ കൂട്ടത്തിൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗ മെനി ഓഫ് ദ എബോ എന്നാണ് യോജിക്കുന്നത്. എത്ര എണ്ണം വരും? 2 എണ്ണം വരും, ഹെഡ്ജ് ഫണ്ടും വെഞ്ചർ ക്യാപിറ്റലും. അതുകൊണ്ട് തന്നെ only to B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വരുമാന സ്രോതസ്സുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 5 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. ഇതിലേതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗവൺമെൻറ് ബോണ്ടുകളാണ്. ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗവൺമെൻറ് ബോണ്ടുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ OMOയുടെ ഭാഗമാണ്. ഇതുവഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവഴി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നതാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ കറൻസി. നമ്മുടെ ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ മാനേജ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതുവഴി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റ് വഴി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. ഇനി മൂന്നാമതായിട്ട് തന്നേക്കുന്നത് പെൻഷൻ ഫണ്ട് മാനേജ്മെൻ്റ് ആണ്. പെൻഷൻ ഫണ്ട് മാനേജ്മെൻറ്റ് വഴി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല എന്ന് നമുക്ക് പറയാം. ലെൻഡിങ് ടു പ്രൈവറ്റ് കമ്പനീസ്. RBI ആണോ പ്രൈവറ്റ് കമ്പനികൾക്ക് ലെൻഡ് ചെയ്യുക? RBI ആർക്കാണ് ലെൻഡ് ചെയ്യുന്നത്? RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കാണ് ലെൻഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുന്നതാണ് കറൻസി പ്രിൻറ്റിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കറൻസി പ്രിൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അതൊരു കോസ്റ്റാണ്, അല്ലെങ്കിൽ അതൊരു എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അതിനൊരു റവന്യൂ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 2 കാര്യങ്ങൾ മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻകം സോഴ്സായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഒന്നാമത് പറയുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് ബോണ്ട്സും, രണ്ടാമത് പറയുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ കറൻസിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ A ആണ്. 1 and 2 only ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് രാജാറാം മോഹൻ റായ്. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. അധികം ചിന്തിക്കാതെ തന്നെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഹീ പോസസ് ഗ്രേറ്റ് ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ ദ ട്രഡീഷണൽ ഫിലോസഫിക്കൽ സിസ്റ്റം ഓഫ് ദി ഈസ്റ്റ്. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റായ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് കറക്റ്റാണോ? ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഹീ ഡിസൈഡ് ഹിസ് കൺട്രിമാൻ ടു അക്സെപ്റ്റ് ദ റാഷണൽ ആൻഡ് സയൻറ്റിഫിക് അപ്രോച്ച് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമാനിറ്റി, ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഫോർ ഓൾ ദ മെൻ ആൻഡ് വുമൻ. നമുക്കറിയാം നമ്മുടെ ഇവിടെ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടി ആദ്യം ഇറപ്പെട്ട
വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ രാജാറാം മോഹൻ റായ്. അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ സതിക്കെതിരെ ക്യാമ്പയിൻ നടത്തി, ലിബറലിസത്തിൻ്റെ വക്താവായി മാറി. അതുപോലെ തന്നെ റാഷണലിസം, മോഡേൺ സയൻസ്, ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്ന ആദ്യകാല വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് രാജാറാം മോഹൻ റായ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയായതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ത് വരും? ഓപ്ഷൻ സി വരും. ബോത്ത് 1 and 2 വരും നമ്മുടെ ഉത്തരം. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് സബ്ജക്റ്റ് വിത്ത് റിഗാർഡ് ടു നോൺ കോപ്പറേഷൻ പ്രോഗ്രാം. നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതെല്ലാമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെയാണ് ബോയ്ക്കോട്ട് ഓഫ് ലോക്കോട്ട്സ് ആൻഡ് ഫോറിൻ ക്ലോത്ത്. നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു കോർ പാർട്ട് എന്ന് പറയുന്നത് തന്നെ കൊളോണിയൽ നിയമങ്ങളെ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക, നമ്മുടെ ഖാദീനെ പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയവയൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബോയ്ക്കോട്ട് ഓഫ് ലോക്കോട്ട്സ് ആൻഡ് ഫോറിൻ ക്ലോത്ത് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഒബ്സർവൻസ് ഓഫ് സ്ട്രിക്റ്റ് നോൺ വയലൻസ്. ഇത് മുന്നിൽ നിന്ന് നയിക്കുന്നത് ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ നോൺ വയലൻസ് എന്ന് പറയുന്നത് എന്തായാലും കാണും. സോ ഒബ്സർവൻസ് ഓഫ് സ്ട്രിക്റ്റ് നോൺ വയലൻസ് എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക: റിട്ടൻഷൻ ഓഫ് ടൈറ്റിൽസ് ആൻഡ് ഹോണേഴ്സ് വിത്തൗട്ട് യൂസിങ് ദം ഇൻ പബ്ലിക്. ആ നൽകപ്പെട്ട ടൈറ്റിലുകൾ ഗാന്ധി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നോ? ഇല്ല. കൈസറി ഹിന്ദ് ഉൾപ്പെടെ ഗാന്ധി തിരികെ നൽകി. അപ്പം 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നോ? ഗാന്ധി അന്തസ്സുള്ളവനായിരുന്നോ? ഗാന്ധി അത് തിരികെ നൽകി. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പഞ്ചായത്ത് ഫോർ സെറ്റിംഗ് ഡിസ്പ്യൂട്ട്. ശരിയാണോ? ശരിയാണ്. കൊളോണിയൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന് പുറത്ത് വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സെൽഫ് റിലയൻസിനും സ്വരാജിനും വേണ്ടി എന്ത് സ്ഥാപിച്ചു? പ്രൊമോഷൻ ഓഫ് പഞ്ചായത്തുകൾ, വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിച്ചു. അപ്പം എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പഞ്ചായത്ത് ഫോർ സെറ്റിംഗ് ഡിസ്പ്യൂട്ട് ശരിയാണോ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് വരും? സി ആണ്. ഓക്കെ, only 3 ആണ്. ഇതിൽ 3 എണ്ണം മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുള്ളൂ. ഒരെണ്ണം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം ഇതാണ്: ദ ഇറിഗേഷൻ ഡിവൈസ് അറാഗട്ട. ഈ അറാഗട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇതിനെ തന്നെ പേർഷ്യൻ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും. പേർഷ്യൻ വീൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു വലിയൊരു ചക്രം കാണും. ആ ചക്രത്തിൻ്റെ സ്പോക്സുകളുണ്ടല്ലോ, ആ സ്പോക്കുകൾ വരുന്നിടത്ത് എന്ത് ചെയ്യും? കുറേ ഒന്നല്ലെങ്കിൽ മൺകലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളായിരിക്കും. ഈ സ്പോക്കുകൾക്കിടയിൽ ഈ സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ മൺകുടങ്ങൾ വെക്കും. എന്നിട്ട് ഇത് കറക്കുന്ന സമയത്ത് അത് താഴെ പോകും, കിണറിൽ നിന്ന് വെള്ളമെടുക്കും, തിരിച്ച് കയറി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാത്തിയിലേക്ക് കമത്തും. ഈ സാധനത്താണ് നമ്മൾ പേർഷ്യൻ വീൽ അല്ലെങ്കിൽ അറാഗട്ട എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് പലർക്കും ഈ അറാഗട്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പേർഷ്യൻ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും തന്നെ അറിയാം. പണ്ടത്തെ സിനിമകളിലൊക്കെ ഈ സാധനം ഇഷ്ടം പോലെയുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് വരും? എ ലാർജ് വീൽ വിത്ത് എർത്തൻ പോട്ട്സ് ടൈഡ് ടു ദ ഔട്ടർ എൻഡ് ഓഫ് ഇറ്റ് സ്പോക്സ് വരും ഇതിൻ്റെ ഉത്തരം. സോ ബി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം ഇതാണ്: ഫാഹിയാൻ ദ ചൈനീസ് പിൽഗ്രിം ട്രാവൽ ടു ഇന്ത്യ ഡ്യൂറിങ് ദ റെയിൻ ഓഫ്. ആരുടെ ഭരണകാലത്താണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇവിടെ വന്നത്? നമ്മുടെ ഇവിടെയുള്ള ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആരുടെ കാലത്ത് വന്നു? വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ സമയത്ത് AD 5ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇവിടെ വന്നെത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിട്ട് വരും? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചന്ദ്രഗുപ്ത രണ്ടാമൻ AKA വിക്രമാദിത്യ ആണ് നമ്മുടെ ഉത്തരം.
ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ഏഴാമത്തെ ചോദ്യം? ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഹു അമംഗ് ദ ഫോളോവിങ് റൂളേഴ്സ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ ഹാഡ് അസ്യൂം ദ ടൈറ്റിൽ മത്തവിൽസ ഗുണപര ആൻഡ് വിചിത്രചിത്ത? ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ മത്തവീൽസ പ്രഹസന, ഒരു റിലീജിയസ് ഹിപ്പോക്രസീനെ മോക്ക് ചെയ്യുന്ന ഡ്രാമയിൽ നിന്നും അദ്ദേഹത്തെ മത്തവീൽസ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ആർട്സിലും കൾച്ചറിലുമൊക്കെയുള്ള ക്യൂരിയസ് മൈൻഡ് കാരണം അദ്ദേഹത്തിനെ വിളിച്ചതാണ് വിചിത്രചിത്ര. ആരാണ് അദ്ദേഹം? പല്ലവ ഡൈനസ്റ്റിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോമിനൻ്റ് റൂളേഴ്സുകളിൽ ഒരാളായ മഹേന്ദ്രവർമ്മൻ ഒന്നാമനാണ് ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. ഇനി നമുക്ക് നമ്മുടെ എട്ടാമത്തെ ചോദ്യം നോക്കാം. എട്ടാമത്തെ ചോദ്യം എന്താണ്? ഹു അമംഗ് ദ ഫോളോവിങ് ലെഡ് എ സക്സസ്ഫുൾ മിലിറ്ററി ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ദ കിങ്ഡം ഓഫ് ശ്രീവിജയ, ദ പവർഫുൾ മരിടൈം സ്റ്റേറ്റ് വിച്ച് റൂൾ ദ മലായ് പെൻസുല, സുമാത്ര, ജാവ ആൻഡ് ദ നെയ്ബറിംഗ് ഐലൻഡ്സ്? ആരാണ്? നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിലെ ശക്തമായ ഭരണാധികാരി ഈ തന്നിരിക്കുന്നതിൽ 4 പേരിൽ ഒരാളാണ്. ബാക്കിയുള്ളവരൊന്നും ഈസ്റ്റേൺ കോസ്റ്റിലെ ശക്തമായ ഒരു നേവൽ പവർ ആയിരുന്നില്ല. അത് പറയുമ്പോൾ തന്നെ അറിയാം, ചോള ഡൈനസ്റ്റിയാണ് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ഭരണാധികാരികളായിരുന്നത്. ബാക്കിയുള്ളവരൊന്നും തന്നെ ഈസ്റ്റേൺ കോസ്റ്റിലെ ശക്തമായ ഭരണാധികാരികളായിരുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈസ്റ്റേൺ കോസ്റ്റിലേക്ക് അവർ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? രാജേന്ദ്ര ചോളൻ ഒന്നാമനാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം ഇതാണ്: ദ ഫസ്റ്റ് ഗന്ധർവ മഹാവിദ്യാലയ, എ മ്യൂസിക് ട്രെയിനിങ് സ്കൂൾ, വാസ് സെറ്റപ്പ് ഇൻ 1901 ബൈ വിഷ്ണു ദിഗംബർ പലുസ്കർ. എന്താണത്? ഇന്ത്യയിൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു പൈനിയറിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ദ ഫസ്റ്റ് ഗന്ധർവ മഹാവിദ്യാലയ. എവിടെയായിരുന്നു ആരംഭിച്ചത്? 1901 അൺഡിവൈഡഡ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലാഹോറിലായിരുന്നു എന്ത് സ്ഥാപിച്ചത്? ഫസ്റ്റ് ഗന്ധർവ മഹാവിദ്യാലയം. നമ്മുടെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു പൈനിയറിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഫസ്റ്റ് ഗന്ധർവ മഹാവിദ്യാലയം എന്ന് പറയുന്നത്. ആരായിരുന്നു തുടങ്ങിയത്? പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലുസ്കർ. എവിടെയായിരുന്നു? അൺഡിവൈഡഡ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോറിൽ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലാഹോറാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 10ാമത്തെ ചോദ്യം? അശോകൻ ഇൻസ്ക്രിപ്ഷൻ സജസ്റ്റ് ദാറ്റ് ദ പ്രാദേശിക, രജുക ആൻഡ് യുക്ത വെയർ ഇമ്പോർട്ടൻ്റ് ഓഫീസേഴ്സ് അറ്റ് ദ ഏത് ലെവലിലായിരുന്നു എന്ന് ചോദിക്കുന്നത്? വില്ലേജ് ലെവലാണോ, ഡിസ്ട്രിക്ട് ലെവലാണോ, പ്രൊവിൻഷ്യൽ ലെവലാണോ, ലെവൽ ഓഫ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആണോ? എന്താണ് പ്രാദേശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രാദേശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഗവർണേഴ്സാണ്. എന്താണ് രജുക എന്ന് പറഞ്ഞാൽ? രജുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാജ്യം, രജുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡാണ്. ലാൻഡ് മെഷർമെൻറ്റ്, റവന്യൂ കളക്ഷൻ, അതുകൂടാതെ ജുഡീഷ്യൽ ഫങ്ഷൻസും വന്നിരുന്നതാണ് രജുകയ്ക്കകത്ത്. ഇനി 3ാമത്തെയാണ് യുക്ത. എന്താണ് യുക്ത എന്ന് പറഞ്ഞാൽ? യുക്ത മീൻസ് നമ്മുടെ ക്ലർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, സബോർഡിനേറ്റ് ഓഫീസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു യുക്തയ്ക്കകത്ത് ഉൾപ്പെട്ടിരുന്ന. അവരെയാണ് ഈ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുക, ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിരുന്നു? ഇവയൊക്കെ ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷനാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആൻസർ കീ വരുമ്പോഴത്തേക്ക് അത് തെറ്റിയൊക്കെ പോയെന്നിരിക്കും. അപ്പോൾ സാറ് പറഞ്ഞത് തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി നമുക്ക് നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇതാണ്: ദ കോൺഗ്രസ് ഡിക്ലെയർഡ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് സ്വരാജ് ബൈ ഓൾ ലെജിറ്റിമേറ്റ് ആൻഡ് പീസ്ഫുൾ മീൻസ് ടു ബി ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. 2ാമത്തേത് ഇതാണ്: ഇറ്റ് വാസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ സ്റ്റേജസ് വിത്ത് സിവിൽ ഡിസൊബീഡിയൻസ് ആൻഡ് നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് ഓൺലി ഇഫ് സ്വരാജ് ഡിഡ് നോട്ട് കം വിത്ത് ആൻ ഇയർ ആൻഡ് ദ ഗവൺമെൻറ് റിസോർട്ട് ടു റിപ്രഷൻ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ നോക്കുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കും, ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. അതെന്തുകൊണ്ടാണ് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാകുന്നത്? ഇതിൽ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ
1920 നാഗ്പൂർ സെക്ഷൻ, അതായത് കോൺഗ്രസിൻ്റെ 1920 നാഗ്പൂർ സെക്ഷൻ്റെ ഒബ്ജക്റ്റുകളിലൊന്നായിരുന്നു എന്ത്? സെൽഫ് റൂൾ അല്ലെങ്കിൽ സ്വരാജ് അറ്റൈൻ ചെയ്യുക. എങ്ങനെ? ത്രൂ ദ പീസ്ഫുൾ ആൻഡ് ലെജിറ്റിമേറ്റ് ഇതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് 1920 നാഗ്പൂർ സെക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളിലൊന്നായിരുന്നു. അല്ലെങ്കിൽ അത് ഫോർമലി ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളിലൊന്നായിരുന്നു സ്വരാജ് അല്ലെങ്കിൽ സെൽഫ് റൂൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയാണ്. ഇംപ്ലിമെൻറ്റഡ് ഇൻ സ്റ്റേജസ് ആണോ? ഒന്നാമത്തെ സ്റ്റേജുകൾ എന്തായിരുന്നു? ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ബോയ്ക്ക് ഓഫ് ടൈറ്റിൽസ്, ബ്രിട്ടീഷ് സ്കൂളുകൾ ബോയ്ക്കോട്ട് ചെയ്യുക, കോളേജുകൾ ബോയ്ക്കോട്ട് ചെയ്യുക, ലോ കോർട്സ് ബോയ്ക്കോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ ഗുഡ്സ്, ഇങ്ങനെയുള്ള ബ്രിട്ടീഷ് സാധനങ്ങളെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജ് ഇത് സിവിൽ ഡിസൊബീഡിയൻസിലേക്ക് ഇവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സസിലേക്കൊക്കെ പോവുക. എപ്പോൾ? ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് സ്വരാജ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന അടുത്ത സ്റ്റേജസിലേക്ക് പോവുക. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റഡ് ഇൻ സ്റ്റേജസ് ആണോ? ആണ്, ഇംപ്ലിമെൻറ്റഡ് ഇൻ സ്റ്റേജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് പറയാം. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ കുറച്ച് രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങൾ നാറ്റോയിൽ അംഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജ്യങ്ങൾ ഇതൊക്കെയാണ്: ഓസ്ട്രിയ, ബൾഗേറിയ, ക്രൊയേഷ്യ, സെർബിയ, സ്വീഡൻ, നോർത്ത് മാസിഡോണിയ. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കൊരു 6 രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവയിൽ എത്ര രാജ്യങ്ങൾ നാറ്റോയിൽ അംഗങ്ങളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ രാജ്യമാണ് ഓസ്ട്രിയ. നമുക്ക് 2ാം ലോകമഹായുദ്ധം കഴിയുന്നു. 2ാം ലോകമഹായുദ്ധം കഴിയുന്നതോടുകൂടി ഇനി ഒരു മിലിറ്ററി അലയൻസിനുമില്ല. താങ്കൾ ഒരു മിലിറ്ററി ന്യൂട്രാലിറ്റിയാണ് ഇനി മുതൽ കീപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിലും അംഗമാകാതെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ് അന്ന് മുതൽ പാലിച്ചു പോരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം. ബൾഗേറിയ നാറ്റോയിലൊരു അംഗമാണ്. 2004 ബൾഗേറിയ നാറ്റോയിൽ അംഗമായത്. അതുപോലെ തന്നെ ക്രൊയേഷ്യയും നാറ്റോയിലൊരു അംഗമാണ്. 2009 ക്രൊയേഷ്യ നാറ്റോയിൽ അംഗമായത്. ഇനി ഇതേപോലെ തന്നെയാണ് സെർബിയയുടെ കാര്യം. സെർബിയ നമ്മുടെ ഓസ്ട്രിയ പറയുന്നത് പോലെ തന്നെ അവരും ഈ പറയുന്നത് പോലെ ഒരു മിലിറ്ററി അലയൻസിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. അവരും ഒരു മിലിറ്ററി ന്യൂട്രാലിറ്റിയാണ് അവരും കീപ്പ് ചെയ്ത് പോകുന്നത്. അതിന് പിന്നിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1999 നാറ്റോ ബോംബിംഗ് ഒക്കെ ഉണ്ട്. സെർബിയയുടെ മുകളിൽ നടത്തുന്ന നാറ്റോ ബോംബിംഗ് ഒക്കെ അതിന് പിന്നീട് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ട് സെർബിയയും നാറ്റോയിൽ അംഗമാകാനായിട്ട് തീരുമാനിച്ചില്ല. അവരൊരു മിലിറ്ററി ന്യൂട്രലായിട്ട് തന്നെയാണ് നിലനിന്ന് പോരുന്നത്. പിന്നീടുള്ള 2 രാജ്യങ്ങൾ സ്വീഡൻ ഈ പറയുന്നത് പോലെ ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 സ്വീഡൻ, നമുക്കറിയാം വാർത്തകളിലൊക്കെ വലിയ രീതിയിൽ ഇടം നേടിയ ഒരു വാർത്തയായിരുന്നു സ്വീഡൻ നാറ്റോയിൽ അംഗമായത്. അപ്പോൾ 2024 സ്വീഡൻ നാറ്റോയിൽ അംഗമായത്. പിന്നെയുള്ളത് നോർത്ത് മാസിഡോണിയയും 2020 നാറ്റോയിൽ അംഗമായ രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൽ എത്ര രാജ്യങ്ങൾ നാറ്റോയിൽ അംഗമാണ്? ഇതിൽ 4 രാജ്യങ്ങൾ നാറ്റോയിൽ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് നമ്മുടെ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 13ാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് കൺട്രീസ്. നമുക്കിവിടെ കുറച്ച് രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിൽ കൂടിയാണ് ആൻഡീസ് മലനിരകൾ കടന്നു പോകുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ എന്താണ് ആൻഡീസ് മലനിരകൾ എന്ന് പറയുന്നത്? ലോകത്തിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ മൗണ്ടൻ റേഞ്ചാണ് ആൻഡീസ് എന്ന് പറയുന്നത്. ആൻഡീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ എഡ്ജ്. ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്? 7 രാജ്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു, ബൊളീവിയ, ചിലി ആൻഡ് അർജന്റീന. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ ബൊളീവിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? ഉണ്ട്, ബൊളീവിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ബ്രസീലിലൂടെയോ? ബ്രസീലിൽ കൂടെ കടന്നു പോകുന്നില്ല. പിന്നീടുള്ളത് കൊളംബിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇക്വഡോറിലൂടെയും പോകുന്നുണ്ട്. പരാഗ്വേ കൂടെ കടന്നു പോകുന്നുണ്ടോ? പരാഗ്വേ കൂടെ കടന്നു പോകുന്നില്ല. അവസാനമായിട്ടുള്ളത് വെനിസ്വേലയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? വെനിസ്വേലയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എത്ര രാജ്യങ്ങളിൽ കൂടെ ആൻഡീസ് മലനിരകൾ കടന്നു പോകുന്നുണ്ട്? 4 രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ഓൺലി 4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകും. 14ാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് വാട്ടർ ബോഡീസ്. നമുക്കിവിടെ 3 വാട്ടർ ബോഡികൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാം വാട്ടർ ബോഡികളിൽ കൂടിയാണ്, അല്ലെങ്കിൽ എത്ര വാട്ടർ ബോഡികളിൽ കൂടി ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ട്, അല്ലെ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം. നമുക്ക് പ്രധാനമായിട്ടും 3 തടാകങ്ങളിലൂടെയാണ് നമ്മുടെ ഇക്വേറ്ററിലെ ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ലേക്ക് വിക്ടോറിയ ഉണ്ട്, ലേക്ക് എഡ്വേർഡ് ഉണ്ട്. അതുപോലെ തന്നെ ടക്കാനിക്ക പറയുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ടക്കാനിക്കയുടെ നോർത്തേൺ ടിപ്പ് ഭൂമധ്യരേഖയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പകുതി സോഴ്സുകൾ പറയും ഇല്ല, അത് വളരെ ക്ലോസ് ആയിട്ടാണ് കടന്നു പോകുന്നത്. അത് മുട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഉത്തരമായിട്ട് എയ്തർ ഓപ്ഷൻ എ വരും, അല്ലെങ്കിൽ ഡി വരും. അതുപോലെ ഇനി ഈ ലേക്ക് ടോൺലെ സാപ്പ് ഉണ്ടല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലേക്കാണ്. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഈ ടോൺലെ സാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിനായിട്ടുള്ള ഉത്തരമായിട്ട് വരിക എയ്തർ എ ആയിരിക്കും, അല്ലെങ്കിൽ ഡി ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഓക്കെ, അത് നമുക്ക് ആൻസർ കീ വരുമ്പോൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചിലപ്പോൾ ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെ ചിലപ്പോൾ മാറിപ്പോയായിരിക്കാം ആൻസർ കീ വരുന്ന സമയത്ത്. ഇത് നമുക്കൊരു എന്താ പറയുക, ആൻസർ ആകാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ മാത്രമാണ്. ഇത് ഡെഫിനറ്റ്ലി ഇത് തന്നെ ആയിരിക്കണം ആൻസർ എന്ന് ഞാൻ ഒരിടത്തും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 15ാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദി എവിഡൻസസ് ഓഫ് ദ ഫിനോമിനൻ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്? നമുക്കൊരു 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനെ സാധൂകരിക്കുന്ന തെളിവുകൾ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇതിനകത്ത് 1ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ദ ബെൽറ്റ് ഓഫ് ഏൻഷ്യൻ റോക്സ് ഫ്രം ദ ബ്രസീൽ കോസ്റ്റ് മാച്ചസ് വിത്ത് ദോസ് ഫ്രം വെസ്റ്റേൺ ആഫ്രിക്ക. ഇത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു പോയിന്റുകളിലൊന്നാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പറയുന്ന ഇതാണ്: ദ ഗോണ്ട്വാന സിസ്റ്റം ഓഫ് സെഡിമെന്റ്സ് ഫ്രം ഇന്ത്യ ഈസ് നോൺ ടു ഹാവ് ഇറ്റ്സ് കൗണ്ടർ പാർട്സ് ഇൻ 6 ഡിഫറെൻറ്റ് ലാൻഡ് മാസ് ഓഫ് സൗത്തേൺ ഹെമിസ്ഫിയർ. ഇതും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം വരുന്നത് ഈ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ്: ദ ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ഗാന ആർ ഡെറൈവ് ഫ്രം ബ്രസീൽ പ്ലേറ്റു വെൻ ദ 2 കോണ്ടിനെൻറ്റ്സ് ലേ സൈഡ് ബൈ സൈഡ്. പക്ഷേ ഇതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസുകളൊന്നുമില്ല. പക്ഷെ അതേസമയം തന്നെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ഗാനയിൽ ലോക്കലായിട്ടുള്ള മിനറലുകൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഗോൾഡ് രൂപപ്പെട്ടു വരുവാനുള്ള ആ ഒരു തരത്തിലുള്ള ശിലാരൂപങ്ങളൊന്നും അല്ല അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പറയാനായിട്ടുള്ള ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇവ രണ്ടും അടുത്തുണ്ടായിരുന്നത് കൊണ്ട് എന്നാണ് തിയററ്റിക്കലായിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കുക. എന്നാൽ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എവിഡൻസുകൾ നമുക്കില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഇത് ഉത്തരമായിട്ട് വരിക 1, 2 ആൻഡ് 3 ആയിരിക്കും. സി ആയിരിക്കും വരിക. ബട്ട് ഈ പറയുന്നത് പോലെ തന്നെ ചിലപ്പം 1 ആൻഡ് 3 ആകാനും ചാൻസ് ഉണ്ട്. അതതിൻ്റെ ആൻസർ കീ വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് വരും. മോസ്റ്റ് പ്രോബബ്ലി 1, 2 ആൻഡ് 3 ആയിരിക്കും. എന്നാൽ ഒരു പക്ഷേ 1 ആൻഡ് 3 ആകാനുള്ള ചാൻസും ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മളിപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ദ ഗോണ്ട്വാന സിസ്റ്റം ഓഫ് സെഡിമെന്റ്സ് ഫ്രം ഇന്ത്യ ഈസ് നോൺ ടു ഹാവ് ഇറ്റ്സ് കൗണ്ടർ പാർട്സ് ഇൻ 6 ഡിഫറെൻറ്റ് ലാൻഡ് മാസ് ഓഫ് ദ സൗത്തേൺ ഹെമിസ്ഫിയർ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു കാലത്ത് ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു. അങ്ങനെ വേർപെട്ട് വന്നതാണ് നമ്മുടെ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഏതൊക്കെ ഇവിടെ ആഫ്രിക്ക പറയാം, അന്റാർട്ടിക്ക പറയാം, ഓസ്ട്രേലിയ പറയാം, മഡഗാസ്കർ പറയാം, ഫോക്ക്ലൻഡ് ഐലൻഡ് പറയാം, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക പറയാം. അപ്പോൾ ഇവയൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയണേ, ഈ ടൈറ്റിൽ ഡെപ്പോസിറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ഗാനയുടെ കാര്യം എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പം അത് മാത്രം ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല. ചിലപ്പം സി ആയിരിക്കാം, 1, 2 ആൻഡ് 3 ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആൻഡ് 3 ആയിരിക്കാം. ഹായ് ഗേസ്, വെൽക്കം ടു വീലെ. 2025 UPC സിവിൽ സർവീസ് എക്സാമിൻ്റെ 16ാമത്തെ ചോദ്യമാണ്. നമുക്ക് വളരെ എളുപ്പമുള്ള 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ എമൗണ്ട് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് മോർ ഇൻ സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയസ് ദാൻ ഇൻ ഇക്വറ്റോറിയൽ ആൻഡ് പോളാർ റീജിയൻസ്. വളരെ എളുപ്പമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുക. സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയ ഹാവ് ലെസ് ഡൈവിൻസ്. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിക്കേ. ദ എമൗണ്ട് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് മോർ അറ്റ് സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയസ് ദാൻ ഇൻ ഇക്വറ്റോറിയൽ ആൻഡ് പോളാർ റീജിയൻ. ഇക്വറ്റോറിയൽ റീജിയനിലെ ക്ലൈമറ്റ് എന്താണ്? നമുക്കിവിടെ ഹ്യൂമിഡ് ആണ്, അതുപോലെ തന്നെ ഡെൻസ് ഫോറസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഡസ്റ്റിനെ
ട്രാപ്പ് ചെയ്യും. സസ്പെൻഷൻ നടക്കാതെ ഡസ്റ്റിനെ ട്രാപ്പ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യും. എവിടെ? നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിൽ. ഇനി പോളാർ റീജിയനിലേക്ക് പോവുകയാണല്ലോ. പോളാർ റീജിയൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അവിടുത്തെ ഡസ്റ്റിന് മുകളിൽ എന്തായിരിക്കും? ഐസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയായിരിക്കും. വളരെ കുറച്ച് ബയോളജിക്കൽ ആക്ടിവിറ്റികൾ മാത്രമേ അവിടെ കാണുള്ളൂ. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞ 2 റീജിയൻ എടുത്ത് നോക്കൂ. അതായത് സബ് ട്രോപ്പിക്കലും ടെമ്പറേറ്റ് ഏരിയയ്ക്കും. അവിടെ ഉദാഹരണം വരുന്നത് ഏതൊക്കെയാണ്? സബ് ട്രോപ്പിക്കലും അതുപോലെ തന്നെ ടെമ്പറേറ്റ് റീജിയൻസിനൊക്കെ ഉദാഹരണം നമ്മൾ നോക്കിക്കേ. സഹാറ വരും, അറേബ്യ വരും, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങൾ വരും. അപ്പോൾ ഈ ഭാഗങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിലും പോളാർ റീജിയനിലും പൊടിപടലങ്ങൾ തീർത്തും കുറവാണോ? കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയ ഹാവ് ലെസ് ഡ്രൈ വിൻഡ്സ്. സോ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് വീശിയടിക്കുന്ന പ്രധാനപ്പെട്ട ഡ്രൈ വിൻഡുകളിലൊന്നാണ് നമുക്ക് ഹർമാട്ടൺ പറയാം, സിറോക്കോ പറയാം, അതുപോലെ തന്നെ സാന്റാന വിൻഡ്സ് ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് വീശിയടിക്കുന്ന ഡ്രൈ വിൻഡ്സുകൾ നമുക്ക് പറയാം. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി ക്യാരക്ടറൈസ്ഡ് ബൈ ഡ്രൈ വിൻഡ്സ് ആണ്, അല്ലാതെ ഡ്രൈ വിൻഡുകൾ ഇല്ലാത്തൊരു ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ത് വരും? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: വിത്തൗട്ട് ദ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വുഡ് ബി ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് എവരിവെയർ ഓൺ ഇറ്റ്സ് സർഫസ്. സി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചറിനെ കുറിച്ചല്ല, എവരിവെയർ ഓൺ ദ സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇതാണ്: ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് ട്രാപ്പ് ബൈ ദ അറ്റ്മോസ്ഫിയർ മെയ്ഡ് ഇൻ അവർ പ്ലാനറ്റ്സ് ആവറേജ് ടെമ്പറേച്ചർ. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആർ പർട്ടിക്കുലർലി ഗുഡ് അറ്റ് അബ്സോർബിങ് ആൻഡ് ട്രാപ്പിംഗ് റേഡിയേഷൻ. അപ്പോൾ ഇവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. വിത്തൗട്ട് ദ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വുഡ് ബി ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് എവരിവെയർ ഓൺ ദ സർഫസ്. സോ ഭൂമിയുടെ സർഫസിൽ എല്ലായിടത്തും താപനില എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെയായിരിക്കുമോ? ആയിരിക്കില്ല. കാരണം എവിടെയാണ്? നമ്മുടെ ഇക്വേറ്ററിൽ സൂര്യപ്രകാശം നേരെ വന്ന് പതിക്കുന്ന ഭാഗങ്ങളിൽ ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ ആയിരിക്കത്തില്ല. അവിടെ ചിലപ്പോൾ നല്ല ഉയർന്ന നിലയിലായിരിക്കും താപനില കാണുകയുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ഈ ചോദ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ ആകുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആകുമായിരുന്നു. ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ആകുമായിരുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭൂമിയുടെ സർഫസിൽ എല്ലായിടത്തും ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ ആകുമോ എന്നാണ് ചോദിച്ചത്. ഭൂമിയുടെ സർഫസിൽ എല്ലായിടത്തും ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെയാകില്ല. ഭൂമിയിലെ ഇക്വേറ്ററിനോട് ചേർന്ന ഭാഗങ്ങളിൽ അവിടെ നല്ല താപനിലയായിരിക്കും അനുഭവപ്പെടുകയുണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് ട്രാപ്പ് ബൈ അറ്റ്മോസ്ഫിയർ മെയ്ഡ് ഇൻ അവർ പ്ലാനറ്റ്സ് ആവറേജ് ടെമ്പറേച്ചർ. ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഭൂമിയുടെ താപനില 15 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നിലനിന്ന് പോകുന്നത്. ഇപ്പം നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ലെന്ന് വിചാരിക്കുക. ഭൂമിയുടെ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -18 ഡിഗ്രി ആകുമായിരുന്നു. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, വാട്ടർ വേപ്പേഴ്സ് ഇവയെല്ലാം ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയുടെ താപനില ഈ രീതിയിൽ നിലനിന്ന് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞേക്കുന്നതാണ്. അറ്റ്മോസ്ഫിയർസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആർ പർട്ടിക്കുലർലി ഗുഡ് അറ്റ് അബ്സോർബിംഗ് ആൻഡ് ട്രാപ്പിംഗ് റേഡിയേഷൻ. ഇത് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അപ്പോൾ ഇവയൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്യുകയും നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ ഒക്കെ ഒരു സന്തുലിത അവസ്ഥയിലൊക്കെ നിർത്തി നമ്മുടെ അന്തരീക്ഷത്തെ താപമുള്ളതായിട്ട് നിലനിർത്തുന്നു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഇനി ഉത്തരത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എല്ലായിടത്തും ഫ്രീസിംഗ് പോയിന്റിനേക്കാളും താഴെ പോരില്ല. ഇക്വറ്റോറിയൽ റീജിയനിൽ അത് ചിലപ്പം 50 ഡിഗ്രി ആകാം, 100 ഡിഗ്രിയൊക്കെ ആകാം. ആ ഒരു രീതിയിൽ നല്ല ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുകയുണ്ടായിരിക്കുക. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ ആർ ലെസ് ദാൻ 0.5 ടൺ
കാർബൺ ഡൈ ഓക്സൈഡ് പെർ ക്യാപിറ്റ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇൻ ടേംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഫ്രം ഫ്യൂവൽ കമ്പഷൻ ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഇൻ ഏഷ്യ പസഫിക് റീജിയൻ. തേർഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ ദ ലാർജസ്റ്റ് കാർബൺ സോഴ്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇന്ത്യ ലെസ് ദാൻ 0.5 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പെർ ക്യാപിറ്റ ആണോ? അല്ല, നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 1.5 ടൺ പെർ ക്യാപിറ്റയാണ് നിൽക്കുന്നത്. 1.5 ടൺ അല്ലെങ്കിൽ അതിന് മുകളിലേക്കാണ് നമ്മുടെ പെർ ക്യാപിറ്റ എമിഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0.5 ടൺ പെർ ക്യാപിറ്റ എമിഷനാണ് നമുക്കുള്ളത്. അല്ല, അതിലും ഒത്തിരി കൂടുതലാണ്. അതിൻ്റെ ഏകദേശം 3 മടങ്ങ് നമ്മൾ പെർ ക്യാപിറ്റ എമിഷൻ നടത്തുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ ടേംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഫ്രം ഫ്യൂവൽ കമ്പഷൻ ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഇൻ ഏഷ്യ പസഫിക് റീജിയൻ. അതായത് നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷനകത്ത് ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഏതാ? ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ചൈനയാണ്. രണ്ടാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ആരുടെ കണക്ക് പ്രകാരം? IEAയുടെ കണക്കുകൾ പ്രകാരം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ. ആണോ? ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നടക്കുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡക്ഷനിൽ നിന്നുമാണ്. പ്രധാനമായിട്ട് നമ്മുടെ എന്താ പറഞ്ഞാൽ ഈ കൽക്കരിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തെർമൽ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ, അവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്, രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം ഏതാണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 and 3 ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്തത് നമുക്ക് 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകും. കൺസിഡർ ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്. നമുക്ക് 3 തരത്തിലുള്ള വാഹനങ്ങൾ തന്നിട്ടുണ്ട്. അവ ഏതെല്ലാമാണ്? അൾട്ടർനേറ്റീവ് പവർ ട്രെയിൻ വെഹിക്കിൾസ് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇത് പ്രത്യേകിച്ച് നമുക്കതിന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഫുൾ ബാറ്ററി ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. ഹൈഡ്രജൻ പവർ ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വെഹിക്കിൾസ് ഉണ്ട്. പിന്നീട് നമ്മുടെ എന്താ പറയുക ഫ്യൂവൽ സെൽ ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസുകളുണ്ട്. അപ്പോൾ ഇവ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവ 3 ആൾട്ടർനേറ്റീവ് പവർ ട്രെയിൻ വെഹിക്കിളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും നമുക്ക് ചിന്തിക്കാനില്ല. ഓപ്ഷൻ സി ആണ്. ഓൾ ദ 3 ആണ് ഇതിന് ഉത്തരമായിട്ട് വരിക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണത്. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അവയിൽ ഏതൊക്കെയാണ് ശരി തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിത്ത് റെഫറൻസ് ടു അൺമാൻഡ് ഏരിയയിൽ വെക്കുക. നമ്മുടെ UAV ആയിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു വെർട്ടിക്കൽ ലാൻഡിങ്. എല്ലാ UAVക്കും വെർട്ടിക്കൽ ലാൻഡിങ് നടത്താൻ സാധിക്കുമോ? സാധിക്കത്തില്ല. എന്താ വെച്ചാൽ ഈ ഫിക്സ്ഡ് വിങ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ, അതായത് നമ്മുടെ വിമാനം പോലെ ഫിക്സ്ഡ് ആയിട്ട് അതിൻ്റെ വിങ് വെച്ചിട്ടുള്ളതിനൊന്നും വെർട്ടിക്കൽ ലാൻഡിങ് നടത്താനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ അതിന് VTOL വേണം. VTOL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമ്പ്രദായം അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്വാഡ് കോപ്റ്റേഴ്സിന് സാധിക്കും, പക്ഷേ എല്ലാ UAVക്കും അത് സാധ്യമാകില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ ഡു ഓട്ടോമാറ്റഡ് ഹവറിങ്. ഇതുപോലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും. ഓട്ടോമാറ്റഡ് ഹവറിങ് നടത്താൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ് നടത്താൻ സാധിക്കുന്നൊരു രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് തെറ്റായിട്ട് ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം. ഓട്ടോമാറ്റഡ് ഹവറിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഹെലികോപ്റ്റേഴ്സിൽ സാധിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ക്വാഡ് കോപ്റ്റേഴ്സിൽ സാധിക്കും. അവിടെ ഈ ഫിക്സ്ഡ് വിങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾക്കൊന്നും തന്നെ ഈ ഹവർ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം അതിന് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഫോർവേഡ് മോഷൻ അതിൻ്റെ ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ലിഫ്റ്റ് ഇല്ലെങ്കിൽ അത് താഴത്തേക്ക് എന്തായാലും പതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ ടൈപ്പ് ഓഫ് UAVs ക്യാൻ യൂസ് ബാറ്ററി ഓൺലി ആസ് എ സോഴ്സ് ഓഫ് പവർ സപ്ലൈ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് വേണേൽ പറയാം, ശരിയാണെന്നും തെറ്റാണെന്ന് പറയാം. കാരണം എല്ലാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും നമുക്കത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നിലവിൽ എല്ലാ UAVകളും ബാറ്ററി ഓപ്പറേറ്റഡ് അല്ല. ഫ്യൂവൽ യൂസ് ചെയ്ത് പറക്കുന്നതുണ്ട്, അല്ലാതെ എന്താ പറയുക ഹൈബ്രിഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മീൻസ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ UAVകളും ബാറ്ററി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ ഓൾ ടൈപ്പ് ഓഫ് UAV ക്യാൻ യൂസ് ബാറ്ററി ഓൺലി ആസ് എ പവർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എല്ലാം വേണമെങ്കിൽ നമുക്ക് എല്ലാ UAVനെയും ബാറ്ററി ഉപയോഗിച്ച് പറക്കത്തക്ക രീതിയിൽ വേണേൽ ആക്കി മാറ്റി എടുക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും. വേണമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നും പറയാം, തെറ്റാണെന്നും പറയാം. തൽക്കാലം നമുക്കിപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് എടുക്കുകയാണെങ്കിൽ ഫൈനൽ ആൻസർ ഏതാ? only 1 വരും. ഇനി അതല്ല ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ D വരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം either only 1 അല്ലെങ്കിൽ D ആകാനാണ് സാധ്യത ഉള്ളത്. ചിലപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നും പറയാം, തെറ്റാണെന്നും പറയാം. എനിവേ
അത് ശരിയായിട്ട് തന്നെ എടുക്കാം നമുക്ക്. അപ്പോൾ only 1. അത് തെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഡി. ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. 2025 UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ 21ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വിത്ത് റെഫറൻസ് ടു ദ പ്ലാനറ്റ് എർത്ത് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: റെയിൻ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് മോർ ഓക്സിജൻ ദാൻ ദാറ്റ് പ്രൊഡ്യൂസ് ബൈ ഓഷ്യൻസ്. നമ്മുടെ സമുദ്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും കൂടുതൽ ഓക്സിജൻ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത്? റെയിൻ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഏകദേശം 20 മുതൽ 28% ഓക്സിജനാണ് നമ്മുടെ റെയിൻ ഫോറസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ ഏകദേശം 50 മുതൽ 80% വരെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സമുദ്രങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയാം? ഓപ്ഷൻ എയും ക്യാൻസൽ ചെയ്ത് കളയാം, ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മറൈൻ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആൻഡ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ പ്രൊഡ്യൂസ് അബൌട്ട് 50% ഓഫ് വേൾഡ്സ് ഓക്സിജൻ. ഞാൻ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ സമുദ്രങ്ങളും അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയം ഒക്കെ ചേർന്നിട്ട് നമ്മുടെ 50 മുതൽ 80% പ്ലാനറ്റ് എർത്തിൻ്റെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരം എന്ത് വരും? നൺ ഓഫ് ദ എബോ ആയിരിക്കത്തില്ല. പിന്നെ ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള only 2 ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. 22ാമത്തെ ചോദ്യം ഇതാണ്: ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററീസ് കൺസിഡർ ദ ഫോളോവിങ് എലമെൻറ്റ്സ്. നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് 4 എലമെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ എത്ര എണ്ണമാണ് അതിൻ്റെ കാഥോഡ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് എലമെൻറ്റുകൾ? കൊബോൾട്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ലിഥിയം ഉണ്ട്, നിക്കലുണ്ട്. അപ്പോൾ ഈ എലമെൻറ്റുകളിൽ ഗ്രാഫൈറ്റ് ഉണ്ടല്ലോ, ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററികളിൽ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ആനോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫൈറ്റ് കളയാം. ഈ ഗ്രാഫൈറ്റ് കളഞ്ഞിട്ടുള്ള ബാക്കി 3 എണ്ണം, അതായത് കൊബോൾട്ടും നിക്കലും ലിഥിയവും എല്ലാം എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? കാഥോഡ് നിർമ്മിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിട്ട് വരും? only 3. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 23ാമത്തെ ചോദ്യം ഇതാണ്: നമുക്കിവിടെ ഒരേ കാറ്റഗറിയിൽ വരുന്ന 3 കെമിക്കൽ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇവ 3 ഒന്നല്ല കേട്ടോ. ഇവയുടെ കെമിക്കൽ ഫോർമുലയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളുണ്ട്. ഇവ 3 ഡിഫറെൻ്റ് ആണ്, എന്നാൽ ഇവ 3 ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ ഇവയുടെ ഉപയോഗം എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവ 3 നമ്മുടെ വാർത്തകളിൽ ഇടം നേടിയത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവം നമ്മുടെ വാർത്തകളിൽ ഇടം നേടിയത്. ഇവ 3 എന്താണ്? ഇവ 3 ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ദീസ് ആർ എക്സ്പ്ലോസീവ് ഇൻ മിലിറ്ററി വെപ്പൺസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. നമ്മുടെ വാർത്തകളിൽ ഇത് ഇടം പിടിക്കുവാനുള്ള കാരണം ഇവ 3 ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളായതുകൊണ്ടാണ്. ഇനി നമുക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 24ാമത്തെ ചോദ്യം ഇതാണ്: നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നോ വൈറസ് ക്യാൻ സർവൈവ് ഇൻ ഓഷ്യൻ വാട്ടേഴ്സ്. സമുദ്രജലത്തിൽ ഒരു വൈറസിനും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ സമുദ്രജലത്തിൽ അനേകം കണക്കിന് വൈറസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: നോ വൈറസ് ക്യാൻ ഇൻഫെക്ട് ബാക്ടീരിയ. ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് എന്ത്? ബാക്ടീരിയോഫേജസ് ഓർ ഫേജസ്. എന്താണ്? ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകൾ. എന്താണ് അവയെ വിളിക്കുക? നമ്മൾ ബാക്ടീരിയോഫേജസ് അല്ലെങ്കിൽ ഫേജസുകൾ എന്ന് വിളിക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: നോ വൈറസ് ക്യാൻ ചേഞ്ച് ദ സെല്ലുലാർ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവിറ്റി ഇൻ ദ ഹോസ്റ്റ് സെൽസ്. ശരിയാണോ? അല്ല. എങ്ങനെയാണ് വൈറൽ പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവയുടെ ഹോസ്റ്റിലുള്ള ട്രാൻസ്ക്രിപ്ഷണൽ മെഷീനറിനെ മുഴുവൻ അൾട്ടർ ചെയ്തുകൊണ്ടാണ് അവ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറൽ പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വരും? ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക.